സ്കൂട്ടർ ഹെൽമെറ്റ് എല്ലാം ഓറഞ്ച് ആണല്ലോ. കളറായിട്ടുണ്ടല്ലോ. ഓട്ടോ ഓറഞ്ച് ആണോ? ഓറഞ്ച് ഇപ്പൊ ലേറ്റസ്റ്റ് മോഡലാ. ലേറ്റസ്റ്റ് മോഡലാണ്. അപ്പൊ തൃശ്ശൂരിൽ നിന്നുള്ള ലേറ്റസ്റ്റ് മോഡൽ ആരായിരിക്കും? തൃശ്ശൂര് ശക്തമായ മത്സരമാണ്. അതൊക്കെ കൊറേ കേട്ടിട്ടുണ്ട്. ത്രികോണ മത്സരം എന്നാണ് പറയുന്നത്. കളറിലേക്ക് എത്തുമെന്നൊക്കെ കേൾക്കില്ല. ഇല്ല, അതെന്തായാലും എത്തില്ല. അത് തൽക്കാലം സ്കൂട്ടറിൽ ഹെൽമെറ്റിലേ ഉള്ളൂ. അതത്രേ ഉള്ളൂ. ഒത്തില്ല. എന്താണ് ഒത്തില്ല? ആ മൂപ്പര് ഒപ്പിക്കാൻ നോക്കിയാ സുനിൽകുമാർ എടുക്കും. തൃശ്ശൂർ ഏതാ ബസ്സോ അതോ? തൃശ്ശൂർ സുനിൽകുമാർ എടുക്കും. ഉറപ്പാ. സുനിൽകുമാർ തൃശ്ശൂർ ആരെടുക്കും? തൃശ്ശൂര് സുനിൽകുമാർ എടുക്കാൻ സാധ്യത. പത്രോസേ, നീ എന്റെ മേൽ പള്ളി പണിയല്ലേ? വേസ്റ്റ് ആയതല്ലേ സ്ഥിരം അരച്ചുണ്ടയാക്കി കൊടുക്കുന്നേ? സുരേഷ് ഗോപി കൊടുക്കുവോ? കിട്ടിയല്ലേ കൊടുക്കാൻ പറ്റില്ല. എന്റെ അധ്വാനത്തിന് കണക്കില്ല, എന്റെ ജീവിതത്തിന് കണക്കില്ല, എല്ലാം നിങ്ങൾക്ക് ഇഷ്ടം. പക്ഷേ സുരേഷ് ഗോപി കൊടുക്കുവോ? ഞാൻ തന്ന നേരത്തിന് കടക്കട്ട്. കെ മുരളീധരൻ വന്നിട്ടുണ്ട്. അതായിക്കോട്ടെ. കാര്യമില്ല. നിന്റെ തലയ്ക്ക് വല്ല അസുഖമുണ്ടോ? ഇല്ല. പിന്നെ എന്താ ഇതിന്റെ അർത്ഥം? അതുപോലെ ആളെ നിർത്തിയിട്ട് ആളെ മാറ്റിയിട്ട് പറ്റൊരാളെ നിർത്തുകയൊക്കെ ചെയ്യുമ്പോൾ പ്രതാപനെ മാറ്റിയത് ശരിയായോ? ഒരു സ്ഥിരതയില്ലാത്ത പരിപാടിയാണ്. ചേച്ചി വിളിക്കുന്നുണ്ട്, ഞാനങ്ങോട്ട്. ഇവിടെ തൃശ്ശൂരാണോ? പിന്നെ തലശ്ശേരിയിൽ നിന്ന് വരുന്ന. തലശ്ശേരിയിൽ നിന്ന് വരുന്നതാണ്. തലശ്ശേരിയിൽ എങ്ങനെയാ, ചൂടാണോ തെരഞ്ഞെടുപ്പ്? ചൂടാ. എത്തവണ വടകര പൊരിക്കോ? ചെയ്തിന് ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള. അതുകൊണ്ട് ഇവര് വടകര മണ്ഡലത്തിലെ വോട്ടർമാരാണ്. ഞാനൊരു വലിയ സംഭവം അല്ലേ? ആണോ? ടൈറ്റായി എന്ന് പറയാൻ ടൈറ്റ് ഈസി ആയിട്ട് സുനിൽകുമാർ കിടക്കുന്നതാണ് കണക്കൂട്ടുന്നത്. പ്രശ്നം പറഞ്ഞാൽ ഭയങ്കര തമാശയാ. ആള് മാറിപ്പോയി. കെ മുരളീധരൻ വന്നത് ആർക്ക് ഗുണമാവും? ഗുണം സുനിൽകുമാറിന് ഗുണം. ആണോ? കിട്ടിയാ? ഇല്ല, ചോദിച്ചു വാങ്ങിച്ചു. സുരേഷ് ഗോപി ജയിക്കുമെന്നൊക്കെ ആദ്യം ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു. ആദ്യം ഒരു ട്രെൻഡ് ഉണ്ടായിരുന്നു, പക്ഷെ ഇപ്പോഴത്തെ ലെവല് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ പെൺമക്കളുള്ള തന്തമാർക്കൊക്കെ ഇത്തിരി പുരോഗമനം കുറവാ. ഞാൻ എന്റെ മോളെ കെട്ടിച്ചു വിട്ടിട്ട് പ്രിൻസിപ്പാളിന്റെ പാർട്ടി ചേരാം. എന്തായാലും ഇപ്പൊ വേണ്ട. ഇവിടെ ജനാധിപത്യത്തെ സംരക്ഷിക്കപ്പെടേണ്ട ഒരു അവസ്ഥയിലേക്കാണ് ഇപ്പോഴത്തെ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിലൊന്നും ഒരു കാര്യമില്ലട്ടാ. ഡൽഹി മുഖ്യമന്ത്രിയെ അറസ്റ്റ് ചെയ്തൊരു വിഷയം, ഇതൊക്കെ ഒരു രാഷ്ട്രീയ പകപോക്കലും അതുപോലെ തന്നെ പ്രതിപക്ഷത്തെ തകർക്കുന്ന രീതിയിലുള്ള ഒരു നയം. നിർത്തിക്കോ, ഇവന്മാരൊന്നും വിശ്വസിക്കാൻ കൊള്ളത്തില്ല. ഇതിലെ സീരിയല് മാത്രമല്ല, ന്യൂസും ഉണ്ട്, അത് പലപ്പോഴും കാണുന്നു. പ്രത്യേകിച്ച് ബ്രിട്ടീഷുകാരുടെ കാലത്ത് പണ്ട് ബ്രിട്ടീഷുകാർ ചെയ്തിരുന്ന ഒരു തന്ത്രമാണ് ഇന്നിപ്പോൾ ഭരിക്കുന്ന പാർട്ടിക്കാർ ചെയ്യുന്നതെന്നാണ് എനിക്ക് മനസ്സിലാക്കുന്നത്. ധീരന്മാരെ അഭിനന്ദിക്കാൻ ഈ ദാമോദരജിക്ക് എന്ന് സന്തോഷമുള്ളൂ. അങ്ങനെ വർഷങ്ങൾക്ക് ശേഷം ഞാൻ ആൺകുട്ടിയെ കണ്ടു. ചെയ്തിന് ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള. അതുകൊണ്ട് ഇവര് വടകര മണ്ഡലത്തിലെ വോട്ടർമാരാണ്. ഇത്രയും വലിയ ഗതികെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും എന്റെ കർത്താവേ? എല്ലാരും കൈവച്ചല്ലോ, ഇനി ആർക്കും പരാതിയില്ലല്ലോ. ഇതൊരു കാര്യം മറ്റേടത്ത് ഐഡിയ ആയിപ്പോയി. അവിടുന്നും കിട്ടി, ഇവിടുന്നും കിട്ടി. അപ്പൊ മനസ്സിൽ ഞാൻ പോയിക്കോട്ടെ.